ഹലോ, ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. നമ്മുടെ സേഫുഡിനാണ് ഇന്നത്തെ ക്യാമറമാൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്യും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ജുവലറി മേക്കിങ്ങിൻ്റെ വീഡിയോ കാണാം. ഓക്കെ, പണ്ട് വാങ്ങിച്ച മെറ്റീരിയൽസൊക്കെയാണ്. എൻ്റെ ഫേവറേറ്റ് ഹോബീസിൽ ഒന്നുകൂടെയാണ് ഈ ജ്വല്ലറി മേക്കിങ്. അപ്പോൾ ഇതിന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ആംഗ്ലറ്റാണ്. അപ്പോൾ ഇതൊരു ഇങ്ങനെ വരും, ടോട്ടൽ ഇങ്ങനെ വരും. ഇതിനൊരു ലെങ്ത് സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 9 ഇഞ്ച് ലെങ്ത് വേണം ചെയിന്. കുട്ടികൾക്ക് ഒരു 8 to 9 ഇഞ്ച് ലെങ്തൊക്കെ മതി കുട്ടികൾക്കുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി ഇത്രയും തിക്നെസ്സിലുള്ള ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്. ഒരു 1 mm or 1.5 mm ഒക്കെ വരുന്നുണ്ട്. ഇനി ഇതൊരു കമ്പാരിസൺ ആണെങ്കിൽ ഇതിനെക്കാട്ടിലും തിന്നായിട്ടുള്ള ഒരു ചെയിനാണിത്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പം പ്രിഫറബിളി ഇതൊക്കെ നമുക്ക് ബ്രേസ്ലെറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെയിനാണ്. പിന്നെ അപ്പോൾ അതിനേക്കാട്ടിലും കുറച്ച് തിക്നെസ് ഉള്ള ഒരു ചെയിനാണ് ഇവിടെ ആംഗ്ലറ്റിന് എടുത്തിരിക്കുന്നത്. പിന്നെന്താ, അതിന് വേണ്ടി വൈറ്റ് ഇങ്ങനത്തെ പേൾ ബോൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു ഫുൾ ആംഗ്ലറ്റ് ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 8 ബോൾസാണ് വേണ്ടി വന്നത്, 8 ഈ ബീഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 6 ബീഡ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബാക്കി ഒരു 2 ബീഡ്സ് കൂടെ വേണ്ടി വരും. അതിനുവേണ്ടി പിന്നെ വേണ്ട സാധനം ഈ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഈ ഡബിൾ ബോൾ ആൻഡ് ഹെഡ് പിൻസ് ആണ്. ഇത് കണ്ടില്ലേ, ഒരു നേരിയ വയറിൻ്റെ 2 അറ്റത്തായിട്ട് ചെറിയ ബോൾസ് പോലെ ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം ബോളുള്ള പിന്നും അവൈലബിൾ ആണ്. പിന്നെ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു വയർ ഞാൻ എടുത്തു. പിന്നെ നെക്സ്റ്റ് ചില ടൂൾസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇതുപോലത്തെ കട്ടിംഗ് പ്ലെയർ വേണം, പിന്നെ നോസ് പ്ലെയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ബോൾ, ഇപ്പം നമുക്ക് ഈ ബോൾ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയുക. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ബോൾ പിൻസ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ഐറ്റം കണ്ടില്ലേ, ചെറിയ, ഇതിന് ഒരു പേരുണ്ട്, ഗുങ്കുരു എന്നാണ് പറയണത്. അതിൻ്റെ പല സൈസസിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വേറൊരു കളറാണ് ഈ ബ്ലൂ കളറ്. അങ്ങനെ പല കളറുണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ബ്ലാക്ക് ആണ്. ഇതിങ്ങനെ ബഞ്ചായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടണ, കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബ്ലാക്ക് ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഏത് കളറിൽ വേണമെങ്കിലും കിട്ടും. ഓക്കെ. പിന്നെ അപ്പോൾ ഈ ബോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് തനിയെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത്. അപ്പോൾ ആ ബോൾ അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ ബോൾ ആവശ്യമുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഇനി ആംഗ്ലറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ വന്നു. ഇവിടെ ഒരു 6 ബീഡ്സ് ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഈക്വൽ ഡിസ്റ്റൻസിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 12 ഈ സ്പേസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളപ്പോൾ എന്ത് ചെയ്യുക, 12 സ്പേസ് കൗണ്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം. 1 2 3 9, പിന്നെ 12 കഴിഞ്ഞ് 13th സ്പേസിൽ വേണം നമ്മൾ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ. 13th സ്പേസിൽ കട്ട് ചെയ്തു. നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഒരു ഹെഡ് കട്ട് ചെയ്തിട്ടുള്ള ആ വയർ എടുത്തിട്ട് ഈ സ്പേസിലേക്ക് നമ്മളിങ്ങനെ എടുക്കുന്നു. അല്ലേ, കോർത്ത് വന്നിട്ട് അടുത്ത ഈ ചെറിയ പോർഷൻ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ
ചുറ്റിയെടുക്കുക. ചുറ്റിയിട്ട് അവിടെ തന്നെ നമ്മളിങ്ങനെ കൈ കൊണ്ട് സെറ്റാക്കി വെക്കണം. ഓക്കെ. ഇനി എക്സസ് നമുക്ക് ഉണ്ടെങ്കിൽ ഫർദർ അങ്ങോട്ട് ചുറ്റാൻ പറ്റില്ല എന്നാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് എൻഡിൽ ബോളുണ്ട് ഓൾറെഡി അല്ലേ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. നമുക്കിപ്പോൾ അതിന് വേണ്ട, എന്നാലേ നമുക്ക് ഈ ബീഡ് ഇതിൻ്റെ അകത്തൂടെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ കയറ്റി ബീഡ് ഇവിടെ വന്നു, കണ്ടില്ലേ, ഇവിടെ ബീഡ് വന്നു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വേണം ചെയിനിൻ്റെ. അപ്പോൾ ഈ ചെയിനിൻ്റെ നെക്സ്റ്റ് എൻഡ് എടുക്കുന്നു. ഈ ചെയിൻ അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ഈ ഒരു പോർഷൻ ഇതിൽ നിന്ന് റിമൂവ് ആയിട്ടില്ല. നമുക്കപ്പോൾ ഈ പ്ലെയർ തന്നെ എടുത്തിട്ട് അത് റിമൂവ് ആക്കിയെടുക്കുക. ഓക്കെ, അത് പോയി, ഈ ഒരു കട്ട് ചെയ്ത പോർഷൻ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ചെറിയ ഇതെടുത്ത് ചെയിനിൻ്റെ ആ നെക്സ്റ്റ് എൻഡ് എടുത്തിട്ട് ഇതിലേക്ക് കോർത്തെടുക്കുക. അപ്പോൾ ആ വയറിലായി, കണ്ടില്ലേ, വയറിൽ ചെയിൻ കയറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേൺ ചെയ്ത് പിടിച്ചിട്ട്, അതായത് ലോങ് ചെയിനുള്ള പോർഷൻ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക. നെക്സ്റ്റ് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഇവിടെ വന്നിട്ട് കണ്ടില്ലേ, വയർ ടൈറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ വയർ ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് ജസ്റ്റ് എത്രയാണ്, ഇപ്പോൾ ഞാൻ ഒരു റൊട്ടേഷൻ കഴിഞ്ഞു, രണ്ടാമത്തത് എത്തിയപ്പോഴത്തേക്ക് ഓക്കെ, എനിക്ക് 2 എണ്ണം മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നല്ല ക്ലോസ് ആയിട്ട് ബീഡ്സിൻ്റെ അവിടെ ക്ലോസ് ആയിട്ടത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ബീഡും കൂടെ കണക്ട് ചെയ്തു. ഓക്കെ. ഇനി ഇപ്പോൾ ടോട്ടൽ 7 ബീഡ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ബീഡ് കൂടെ കണക്ട് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ചെയിനിൻ്റെ ഓരോ ഇതും സ്പേസും കൗണ്ട് ചെയ്ത് 12 ആണ് നേരത്തെ കൗണ്ട് ചെയ്തത്, സെയിം തന്നെ വീണ്ടും കൗണ്ട് ചെയ്ത് കട്ട് ചെയ്യണം. നെക്സ്റ്റ് വയർ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം, അടുത്ത ബീഡ് കോർത്തെടുക്കാൻ വേണ്ടി. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വയർ എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്നത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ഹെഡ് പിൻ എടുത്തിട്ട് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ആ ബാക്കി വന്ന ഹെഡ് പിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് കണക്ട് ചെയ്തു. ലാസ്റ്റ് ബീഡ് നമ്മളെടുത്തു, അത് കണക്ട് ചെയ്തു. നെക്സ്റ്റ് എൻഡ് നെക്സ്റ്റ് എൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഇപ്പം നമ്മുടെ ലാസ്റ്റ് ബീഡും കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന ആംഗ്ലെറ്റ് എടുത്തു. അപ്പോൾ അത് ഇതുപോലെ ഉണ്ടല്ലേ, 8 ബീഡ്സ് കഴിഞ്ഞു.
വീണ്ടും നമുക്കപ്പോൾ ഒരു 12 കൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് ബീഡിന് ശേഷം നമുക്ക് ആ ഒരു ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നെക്സ്റ്റ് നമുക്കിത് ഈ ഒരു കൊളുത്തുമായിട്ട് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കൊളുത്തിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു ഇത് കിടപ്പുണ്ട്, കണ്ണി കിടപ്പുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജോയിൻ ചെയ്യണം. റിമൂവ് ചെയ്തെടുത്തിട്ട് നമുക്ക് എൻഡിലേക്ക് അത് കണക്ട് ചെയ്തു. പിന്നെ ഞാൻ ഇതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലൊരു റിങ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് ഊരാനും എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടി വേറൊരു റിങ് കൂടെ കൊടുക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഓക്കെ, അതെടുക്കുന്നു നമ്മൾ ഇതിനകത്തേക്ക്, അതുകൂടെ കണക്ട് ചെയ്ത് ഓക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതങ്ങ് ഫിക്സ് ചെയ്യാം കറക്റ്റായിട്ട്. പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഡിയായി. ഓക്കെ, ഇനി നോക്കിയേ, നല്ല നമ്മുടെ സാധനം ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും ലെങ്ത്തിൽ വരുന്ന ഇതിൻ്റെ പെയർ. ഓക്കെ, പെയർ ഇത് റെഡി ആയിട്ടുണ്ട്. പണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റില്ലേ എന്നോട് ചോദിച്ചതാണ് ഇത് ഉണ്ടാക്കി തരുമോയെന്ന്. അന്ന് എനിക്ക് ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ പാവം, ഞാനിപ്പോൾ വെക്കേഷൻ്റെ ടൈമിൽ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അവൾക്ക് ചെയ്യണതാണ്. പറഞ്ഞിട്ടില്ല, ഇത് ചെയ്ത് ഫിനിഷാക്കിയിട്ട് വേണം സർപ്രൈസ് കൊടുക്കാൻ. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ ആംഗ്ലറ്റ്സ് കാണാൻ? ഓക്കെ.